ഹായ് ഫ്രണ്ട്സ്, സഫാരി കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ അടിപൊളി ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വീണ്ടും സഫാരി കാർസിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഒരു 100 വാഹനങ്ങൾ ഇങ്ങനെ സ്റ്റോക്ക് കിടക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ വന്ന് കയറിയത്. മനസ്സിന് തന്നെ ഒരു ആനന്ദം. അപ്പോൾ അവിടെ ഹംദാനും അഫിയൊക്കെ ഉണ്ട്. അപ്പോൾ മാക്സിമം പറ്റാവുന്ന വാഹനങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പങ്കുവെക്കാം അല്ലേ. ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് കയറി. ഒരു 10-12 ദിവസം ഞാൻ ഇവിടുന്ന് പോയപ്പോൾ തന്നെ അല്ലേ അടിപൊളിയായിട്ട് ഇവര് അടിപൊളിയാക്കി കൈകാര്യം ചെയ്തു. ആൾക്കാർ ഇറങ്ങിപ്പോയി, കുറെ ആൾക്കാർ പുതിയ കെയറും ചെയ്തു. അപ്പോൾ അത്ര വിശേഷങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുക. പുതിയ സ്റ്റോക്ക് ക്രിസ്റ്റകൾ തന്നെ ഒരുപാട് വന്നില്ല. അഫിൻ്റെ ഒരു അടിപൊളി റീൽ ഇട്ടിരുന്നു. അന്ന് അഫിൻ്റെ റീൽ കണ്ടിട്ട് എത്ര വണ്ടി പോയി? 3 പോയി. 3 ബുക്കിംഗ് ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ക്രിസ്റ്റകൾ നമ്മളിട്ട് സ്റ്റോക്ക് ഉണ്ട്, നിരന്ന് ക്രിസ്റ്റകൾ കിടക്കുന്നുണ്ട്. അതേപോലെ അഫിയെ ചെറിയ പൈസക്ക് നമ്മളിന്ന് വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് അല്ലേ. അതായത് ചെറിയ വിലൻ്റെ വാഹനങ്ങൾ നമ്മൾ ചെയ്യണില്ല എന്നുള്ള പരാതി ഒരുപാടുണ്ട്. ഇന്നലെ നമ്മൾ റിഡ്സ് ഡെലിവറി എടുത്തു അല്ലേ. ഇനി അപ്പുറത്തെ ഒരു ഷോറൂം ഉണ്ട് നമുക്ക്, നമ്മുടെ സഫാരി കാർസിൻ്റെ ആദ്യ സ്ഥാപനം. ആ സ്ഥാപനത്തിൽ നമുക്ക് കുറച്ച് വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. അവിടെ ഏതൊക്കെയല്ലത്? അവിടെ റിനോൾട്ട് കൈഗർ ഉണ്ട്, ലോ കിലോമീറ്റർ CVT ഗിയർ ബോക്സ് വരുന്ന ടെർബോ വരുന്ന വണ്ടി. പുതിയ ഏകദേശം 13 ലക്ഷം റുപ്യോളം വില വണ്ടിയാണ്. നമുക്കൊരു 8 ലക്ഷം 90 ലാസ്റ്റ് കൊടുക്കാം. ആകെ 12,000 ഡിപ്രസിയേഷനിൽ ആകെ 12,000 കിലോമീറ്റർ ഓടിയപ്പത്തിന് ഫസ്റ്റ് ഓണർ വണ്ടി, CVT ഗിയർ ബോക്സ് ഇല്ല, ഓട്ടോമാറ്റിക് ഇല്ല വണ്ടി എല്ലാ ഓപ്ഷനും വരുന്ന വണ്ടി. എല്ലാ ഓപ്ഷനും. വേറെ ഏതൊക്കെയാണ് വണ്ടികളിൽ? പെട്ടെന്ന് സ്വിഫ്റ്റ് പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട്, ഫോർഡ് എക്കോസ്പോർട്ട് പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട്, പ്രസ ഡീസൽ ZDA ഉണ്ട്, TUV 100 ഉണ്ട്. എല്ലാ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നുണ്ട് അല്ലേ, ആ സ്ഥാപനമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു റീവണ്ടി കുറഞ്ഞ വണ്ടി ഒന്നും കൂടെ ഉണ്ട്. അത് എത്ര? 2,90,000 റുപ്യ കൊടുക്കാൻ പറ്റിയ 290ന്റെ റിഡ്സും ഉണ്ട് അല്ലേ. അപ്പോൾ ചെറുവണ്ടി ആഗ്രഹിക്കണോല് ഈ പെട്രോൾ ഓട്ടോമാറ്റിക് ഒക്കെ വലിയ ഉപയോഗമില്ലാത്ത അല്ലേ, മൈലേജ് കമ്മിയാണെങ്കിൽ കുഴപ്പമില്ല, ഓട്ടോമാറ്റിക് ആണെന്നുള്ള ഉദ്ദേശത്തിന് പെട്രോൾ ഷിഫ്റ്റും ഓട്ടോമാറ്റിക് മറ്റേ എക്കോസ്പോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ വണ്ടികളൊക്കെ നമുക്ക് അവിടെ സ്റ്റോക്ക് ഉണ്ട്. ഇവിടെ കണ്ടങ്ങൾ നിരന്ന് കിടക്കുന്ന ഇന്നോവ ക്രിസ്റ്റകൾ, ഇന്നോവകളും ഉണ്ട് കേട്ടോ നമ്മളത്തെ സ്റ്റോക്ക്. ഇതിലേതൊക്കെ ഉണ്ട് അന്താനെ സ്റ്റോക്കുകളൊന്ന് പറഞ്ഞു? 2016 V ഉണ്ട്, 17 G4 ഓട്ടോമാറ്റിക്, 18 G4 ഓട്ടോമാറ്റിക്, 16 Z ഓട്ടോമാറ്റിക് കേരള വണ്ടി, 17 V മാനുവലി കേരള വണ്ടി. ഒരുപാടുണ്ട്. ലിസ്റ്റ് പറയുകയാണെങ്കിൽ ഇങ്ങനെ നീട്ടി പറയാണ്ട്. എത്ര ബഡ്ജറ്റുകളൊന്നും പറഞ്ഞു കൊടുക്കും? വിലകൾ 13 ലക്ഷം മുതൽ 20 ലക്ഷം റുപ്യന്റെ ഉള്ളിലായിട്ടുള്ള ക്രിസ്റ്റകളുണ്ട്. വണ്ടികളൊക്കെ സ്റ്റോക്ക് മോൾക്ക് ബഡ്ജറ്റ് ഇല്ല. 20 മോളിൽ 2.4 Z ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു. അതിന്റെ വീഡിയോയിൽ പോയി അഫി എന്തോന്ന് പറഞ്ഞിട്ട് അഫിക്ക് കുറെ ട്രോള് കിട്ടിയില്ല. അഫി എന്താ പറഞ്ഞു? അത് കിട്ടുമോ ശരിക്ക്? അത് കിട്ടും. 2.4 എഞ്ചിനല്ലേ. അതായത് അഫി ഉദ്ദേശിച്ചത് ആ റീലിൽ അഫി പറഞ്ഞിരുന്നു, മാനുവൽ ഇന്നോവ ക്രിസ്റ്റന്റെ മൈലേജ് ഇല്ലേ ഓട്ടോമാറ്റിക് ഇന്നോവ ക്രിസ്റ്റ എന്നാണ് അഫി ഉദ്ദേശിച്ചത്. അതെങ്ങനെ ഉദ്ദേശിച്ചത് വെച്ചാൽ നമ്മളെ ക്രിസ്റ്റകളിലൊക്കെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ G4 ആയിക്കോട്ടെ Z ആയിക്കോട്ടെ ഒക്കെ വരുമ്പോൾ 2.8 എഞ്ചിനാണ് വരിക. അതിൽ മോഡൽ കൂടിയൊരു വാഹനത്തിൽ 2.4ലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വന്നിട്ടുണ്ട് അല്ലേ, 20 ശേഷം വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് 2.8-നെക്കാട്ടിലും കുറച്ച് കൂടുതൽ മൈലേജ് കിട്ടും. അപ്പോൾ മാനുവൽ ട്രാൻസ്മിഷൻ്റെ അടുപ്പിച്ച് മൈലേജ് കിട്ടാൻ സാധ്യത ഉണ്ട് അല്ലേ. 2 കിലോമീറ്ററിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിലും അഫിൻ്റെ ടോക്കിൽ അങ്ങനെ വന്നു. പക്ഷേ അത് അഫി ഉദ്ദേശിച്ച ഇതാണ് 2.8-നെക്കാട്ടിലും മൈലേജ് ഇല്ല 2.4. അത് റയർ വണ്ടിയാണ്. അപ്പോൾ അഫി വേറെ ഒന്നും പാടെ പറഞ്ഞു. എന്താ പറഞ്ഞു? കരുതുമ്പോൾ എന്താ വാണെന്ന് കരുതുമ്പോൾ കിട്ടൂല, കിട്ടുമ്പോൾ വാങ്ങിക്കോളി. അപ്പോൾ എന്താണ് വാടെന്ന് കരുതുമ്പോൾ എന്നൊക്കെ ചോദിച്ചിരുന്നു അല്ലേ. ലാംഗ്വേജിൻ്റെ ചെറിയ പ്രശ്നങ്ങളാണ്. എന്തായാലും സംഭവം ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. വണ്ടി വേണ്ടവർ വന്ന് വാങ്ങുന്നുണ്ട് അല്ലേ. കമൻറ്റ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. ആ സപ്പോർട്ട് കണ്ടിട്ടാണ് അഫിക്കൊക്കെ പ്രചോദനം വരുന്നത് അല്ലേ. ഒട്ടനവധി ആളുകളാട്ടോ, നല്ലവരായ ഒരുപാട് ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ബോക്സിലൊക്കെ അറിയിക്കുന്നത് അല്ലേ. നെഗറ്റീവ് പറയുന്നവർ നെഗറ്റീവും പറഞ്ഞോട്ടെ, അത് നമുക്ക് തിരുത്താനും ഒരു പ്രചോദനം ഒരു മോട്ടിവേഷനൊക്കെയാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നമുക്ക് ചെറുവണ്ടി, ഞാൻ പറഞ്ഞു വന്നത് ചെറിയൊരു വിലൻ്റെ ഒരു വണ്ടിനെ കാണിച്ചു തരാം അല്ലേ. അതൊരു റയർ ക്ലാസിക് കാർ അതിനകത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. എന്താ കണ്ടോ അവിടെ 2 ചെവിയിലൊരു 2 ഫോണാണ്. ഫോൺ എന്നാണ്ട് ബില്ലിയതാണ് അല്ലേ. അപ്പം എനിക്ക് മൈക്ക് തന്നിട്ട് ഞാൻ. അപ്പോൾ ആദ്യമായി നമ്മൾ കാണിക്കാൻ പോകുന്നത് മാരുതിന്റെ എസ്റ്റീം. ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു. 2006 വണ്ടി. 2006 വണ്ടി നല്ല വൃത്തിയിൽ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ കൊണ്ടുവന്ന വണ്ടി. ഒരുപാട് ആൾക്കാർ അന്ന് പണ്ട് ഒത്തിരി പേര് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കിടിലൻ വണ്ടിയാണ് മാരുതിന്റെ എസ്റ്റീം. പഴയ മാസ സിനിമകളിലൊക്കെ അല്ലേ എസ്റ്റീം ഇങ്ങനെ അടിപൊളിയായിട്ട് വന്നതിന് ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട വണ്ടിയാണ്, കുറേ ഉപയോഗിച്ചിട്ടുമുണ്ട്. ഈ വണ്ടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നല്ല സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഇല്ലൊരു വണ്ടിയാണ്. ആ സ്റ്റോക്കിലുള്ള തന്നെ കണ്ടീഷനിലുള്ള സീറ്റ് കാര്യങ്ങൾ ഇന്റീരിയർ ഡാഷ്ബോർഡ് ഒക്കെ ഒറിജിനാലിറ്റിയിലുള്ള നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള പെട്രോൾ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിന്റെ വില എന്ന് പറഞ്ഞാൽ
ഓഫറിൽ നമുക്ക് 99,000 രൂപക്ക് കൊടുക്കാം. ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ 4 ടയറും 4 അലൈവിലും ഇപ്പോൾ പുതിയത് ഇട്ടതാണ്. ഇതിന് ഏകദേശം എത്ര വില വന്നു? 45 ഉറുപ്പോളം വില വന്നിട്ടുണ്ട്. കസ്റ്റമർ ഇട്ടാട്ടെ നമുക്ക് നമുക്കൊരു എക്സ്ചേഞ്ചിൽ വന്ന വണ്ടിയാണ്. അപ്പോൾ 40-45,000 രൂപേൻ്റെ ടയറും അലൈവിലും തന്നെ ഉണ്ട്. അപ്പോൾ വണ്ടിക്ക് ആകെ 40-45,000 ചില്ലറ റുപ്യ വരുന്നുള്ളൂ അല്ലേ? അപ്പോൾ നിങ്ങൾ ചോദിക്കും അലൈവിലും ടയറും നിങ്ങൾ എടുത്താണ്ട് വണ്ടി മാത്രം തരുമോ? അങ്ങനെ തരൂല. ഇതൊക്കെ അടക്കം വാങ്ങുന്ന ആൾക്കാർക്ക് നമ്മൾ തരുള്ളൂ. ആകെ 99,000 റുപ്യ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ പൈസ ഉള്ളൂ. പിന്നെ ഇതൊരു ക്ലാസിക് കാറാണ്. ഒരു പാഷനുള്ള ആൾക്കാർക്കൊക്കെ ചെറുതായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒക്കെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു മോഡൽ വണ്ടിയും കൂടിയാണ് എസ്റ്റീം. അതായത് 2006 മോഡലാണ്. അത്യാവശ്യം പഴക്കമുണ്ട്. ആകെ നമ്മൾ തരുന്നത് 99,000-നാണ്. നോ വാറണ്ടി, നോ ഗ്യാരണ്ടി. ചെക്ക് ചെയ്തിട്ട് എടുക്കുക. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ അവസരമൊക്കെ തരും. കുഴപ്പമില്ല, ആൾ ഉഷാറായിട്ട് കൊണ്ടുവന്നതിനാണ്. നമുക്ക് എക്സ്ചേഞ്ച് വണ്ടി ഒരുപാട് ഇങ്ങനത്തെ നിങ്ങളെ കാണിക്കാൻ പറ്റാത്ത വണ്ടികൾ വരില്ല. നമ്മൾ കാണിക്കൽ പോലും ഇല്ല അല്ലേ? ഇത് കാണിക്കാനൊരു ഒറിജിനാലിറ്റി, നീറ്റും ക്ലീനൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഒരു ചെറിയൊരു കാറ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇനിയിപ്പോൾ മഴക്കാലൊക്കെയാണ് വരുന്നത്, മഴ കൊള്ളാതെ പോവാം. AC ഉണ്ട്, ടയറും കാര്യങ്ങളും നല്ല കാണാനും നല്ല വൃത്തിയുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം വരുന്നവർക്ക് കിട്ടും അല്ലേ? ഒറ്റ വണ്ടി നമ്മളെത്തുള്ളൂ. അടുത്തൊരു സ്റ്റോക്ക് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ഓഫറിൽ തന്നെ കാണിക്കാം. ഹോണ്ട അക്കോർഡ് കഴിഞ്ഞൊരു ഓഫർ ഇട്ടിരുന്നു മുന്നേ, ഓട്ടോമാറ്റിക് അക്കോർഡ്. നല്ല എൻക്വയറി ആൾക്കാർ. അപ്പൊ അടുത്തൊരു അക്കോർഡ് വന്നിട്ടുണ്ട്. അതൊന്നും നിങ്ങളെ പരിചയപ്പെടുത്താം. 2008 മോഡല്, 9 രജിസ്ട്രേഷൻ. അവിടെ സിംഗിൾ ഓണർഷിപ്പ് കണ്ടിന്യൂ. അതർ രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർക്ക് മാറി. പുതിയ ടാക്സ്, പുതിയ ഇൻഷുറൻസ്, 5 വർഷത്തിന് പുതിയ പേപ്പർ. 5 വർഷത്തിന് പേപ്പർ ഒന്നും നോക്കണ്ട. അപ്പൊ അക്കോർഡിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ 5 വർഷത്തിന് ഫുള്ള് ക്ലിയർ ആണ്. നല്ല പെയിന്റിങ്, പോളിഷിംഗ് ഒക്കെ നമ്മള് ഗ്ലാസ് പോലും മാറിയിട്ടില്ല. അപ്പം റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒറിജിനാലിറ്റി വണ്ടിയാണ്. അപ്പോൾ അത് വൃത്തിയുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെയാണ് കാണിക്കുന്നത്. ഇനി ഓഫർ കാണിക്കുമ്പോഴേ വണ്ടി മോശമാണെന്ന് കരുതണ്ട അല്ലേ? വർഷത്തിനൊന്നും നമുക്ക് വാറണ്ടി, ഗ്യാരണ്ടി അല്ലെങ്കിൽ 1 മാസം 2 മാസം ഒന്നും നിങ്ങൾ ധൈര്യത്തിൽ എടുക്കുക. കൊണ്ടുപോയിട്ട് യൂസിങ് ചിലപ്പോൾ ആ രീതിയിലുള്ള യൂസിങ് എന്തെങ്കിലുമൊക്കെ വന്ന് ചെറിയ വിലൻ്റെ വണ്ടി നമുക്ക് വലിയ ടെൻഷൻ അനുഭവിക്കാൻ വയ്യ. കാരണം ഇതിമൊന്നും നമ്മൾ പ്രോഫിറ്റ് എടുക്കാതെ തന്നെ നമ്മൾ എടുത്ത പ്രൈസിൽ തന്നെ തരും. കാരണം എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ വിലക്ക് തന്നെ നിങ്ങൾക്ക് തരുന്നതാണ്. പെട്രോളാണ്, മൈലേജ് കുറച്ച് കുറവുണ്ടാവും. ഒക്കെ തുറന്നിട്ട് തന്നെ തരുള്ളൂ. ഇത് അക്കൗണ്ടിന്റെ പ്രൈസ് എത്ര? 3,400 കൊടുക്കാം. 3,25,000 രൂപ. 5 കൊല്ലം പുതിയ പേപ്പറും കാര്യങ്ങളൊക്കെ. മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന കിഡിലെ അക്കോർഡ് അല്ലേ? അക്കോർഡിനെ പറ്റി അറിയുന്നവർക്ക് അറിയട്ടെ അതിൻ്റെ പവർ. പിന്നെ അതേപോലെ ഇവിടെ ഫുള്ള് നിരന്ന് കിടക്കുന്നത് നമ്മളെ ക്രിസ്റ്റകളാണ് അല്ലേ? ഇവിടെ ആരാ നിൽക്കുന്നത്? ഇവിടെ നമ്മൾ ഇണ്ണിക്കുട്ടിണ്ടല്ലോ, പേര് പറഞ്ഞു കൊടുത്താ? സലീമാണ് പേര്. പക്ഷെ ഞങ്ങൾ വിളിക്കൽ ഇണ്ണിക്കുട്ടിയാണ്. നമ്മളെ നാട്ടുകാരനാണ്, നമ്മളെ സ്വന്തം അയൽവാസിയാണ് അല്ലേ? ഇപ്പം നമ്മളെ പുതിയ സഫാരി കാർസിലെ സഹചാരിയാണ്. പക്ഷേ മുടിയാണ് ഞങ്ങൾ ഫ്രീക്കാണ്. ഇത് കാണിച്ചു കൊടുക്ക്. ഇതാണ്ടോ മുടി ഫ്രീക്കാണ്. ഇത് കാണിക്കാണ്ടായ കാരണം എന്താണോ? ഇങ്ങനെ മുടി വളർത്തിയ ആൾക്കാരെ കാണുമ്പോൾ, കുട്ടികളെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അനിയന്മാരെ അല്ലെങ്കിൽ നമ്മൾ ചെക്കന്മാരൊക്കെ കാണുമ്പോൾ കുറേ ആൾക്കാർ വരും, ഓൻ പോക്കാട്ടാൾ അല്ലേ, ഓനാള് പിന്നെ ലഹരിയാണ്, അല്ലെങ്കിൽ MDM ആണ്, കഞ്ചാവാണ്, കള്ളാണ് എന്നൊക്കെ പറയും. പക്ഷേ ഇതിപ്പോൾ വളർത്തുന്നതിനുള്ളൊരു ഉദ്ദേശമുണ്ട്. എന്താ ഉദ്ദേശം? അതാണ്. ഓൻ ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ എന്നോട് ഫസ്റ്റ് വന്ന് പറഞ്ഞു മുടി വെട്ടണമെങ്കിൽ എന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞാൽ വിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ ഉദ്ദേശം എന്താണ്? ഓൻ പറഞ്ഞു മുടി എപ്പോൾ ആണെങ്കിലും വെട്ടാം. കാരണം ഒരു സ്ഥാപനത്തിൽ ഓൻ തന്നെ അറിയാം, സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞ് മുടി വെട്ടണം, എന്താ എൻ്റെ ഉദ്ദേശം ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇത് ക്യാൻസർ രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മുന്നൊരു വട്ടം കൊടുത്തു അല്ലേ? ഒരു വട്ടം കൊടുത്തു. എവിടെ കൊടുത്ത്? അത് ഞാൻ മലപ്പുറത്ത് കഴിച്ചു കൊടുത്തു. അപ്പോൾ മുടി വളർത്തുന്ന എല്ലാ ചെക്കന്മാരെയും കുട്ടികളെയും കാണുമ്പോൾ എല്ലാവരും മുടി വളർത്തിയ എല്ലാവരും കഞ്ചാവല്ല, മുടി വളർത്തിയ എല്ലാവരും MDM അല്ല, മുടി വളർത്തിയ എല്ലാവരും പോക്കല്ല. മുടി വളർത്തി ഫ്രീക്കിൽ നടക്കുന്ന നല്ല ഉദ്ദേശത്തിൽ നല്ല മനസ്സോടുകൂടി നടക്കുന്ന മക്കളും നമ്മുടെ ഇടയിലുണ്ട്. അതൊന്ന് പരിചയപ്പെടുത്താനാണ് പെണ്ണിൻകുട്ടിനെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ നല്ല ഉദ്ദേശം. നമുക്ക് എത്ര മാസം കൊണ്ട് കൊടുക്കുന്നത്? 6 മാസത്തിനുള്ളിൽ ഞങ്ങൾ ഇത് ക്യാൻസർ രോഗികൾക്ക് കൊടുക്കും അല്ലേ? അപ്പോൾ അത് നിങ്ങളെ വീഡിയോയിൽ നമുക്ക് റീലായിട്ട് എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ അല്ലേ? ഓക്കെ. അപ്പോൾ പെണ്ണിൻകുട്ടിയോടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്റ്റയുടെ സ്റ്റോക്കൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അഫി നമുക്കൊരു താറിൻ്റെ ഒരു ഓഫറിൽ കൊടുത്താലോ അല്ലേ? ന്യൂ ഷേപ്പിൽ വരുന്ന താറ് അല്ലേ? ഒരു കിഡിലും പ്രൈസിൽ തരാം. 10,90,000 രൂപക്ക്
അല്ലേ? 4x4 ഉണ്ട്. 4x4 വണ്ടി വേണ്ട 10,85,000 രൂപക്ക് ഫൈനൽ പ്രൈസാണ്. 4x4 ന്യൂ ഷേപ്പിൽ വരുന്ന താറ്. കുറച്ച് ഫിറ്റിംഗ്സ് അത്യാവശ്യം നല്ല ഫിറ്റിംഗ് ചെയ്ത വണ്ടി. ഫിറ്റിംഗ് ചെയ്ത വണ്ടി. ആ ഫിറ്റിൽ തന്നെ മൈക്ക് കൊടുക്കുക. എന്തൊക്കെ ഫിറ്റിംഗ്സ് പറഞ്ഞു കൊടുക്കുക? റാങ്ക്ലർ ടൈപ്പ് ഗ്രില്ല് ചെയ്തിട്ടുണ്ട്, ഹെഡ്ലൈറ്റ് ചെയ്തിട്ടുണ്ട്, മേലെ കാര്യങ്ങളൊക്കെ ചെയ്ത് കിഡിലെ 2021 6 മാസം വണ്ടി. കിലോമീറ്ററോ? 50,000 കിലോമീറ്റർ ഓടിയ ന്യൂ ഷേപ്പിൽ വരുന്ന 4x4 താറ് അല്ലേ? കിലോമീറ്റർ എത്ര പറഞ്ഞില്ലേ? 50,000. ഓണർഷിപ്പോ? ഓണർഷിപ്പ് ഇത് ഫോർത്ത് ഓണർഷിപ്പ് ആണ്. പക്ഷേ വില കൂടുതലാണെന്ന് പറയരുത് അല്ലേ? 4x4. ഞാൻ അടുത്തൊരു താറ് കാണിച്ചു തരാം. നിങ്ങൾക്ക് പുതിയ മോഡൽ താറ് കണ്ടു. ഇനി പഴയ മോഡൽ താറ് ആണെന്നുണ്ടെങ്കിൽ പഴയ മോഡൽ കാണിച്ചു തരാം. ലഫിയെ പഴയ മോഡൽ താറാണ് ഈ കിടക്കണത്. ബ്ലാക്കിൽ കിഡിലെ മാസ് ലുക്കിൽ, ലോങ് വ്യൂ കിഡിലെ ലുക്കിലെ അല്ലേ? അതായത് ഇതിലും അത്യാവശ്യം ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് CRDI താറാണ്. 4x4 2018 വണ്ടിയാണ്. അതായത് 18 മോഡലിൽ അത്യാവശ്യം മോഡൽ ഉണ്ട് കേട്ടോ വണ്ടി. 2018 വന്ന കിഡിലം വണ്ടി അല്ലേ? നല്ല ലുക്ക്. 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 32,000 കിലോമീറ്ററും ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. അതിനു പുറമെ വണ്ടിമല്ല ഫിറ്റിംഗ്സ്, ഗ്രില്ല് കാര്യങ്ങൾ എല്ലാ ഫിറ്റിംഗ്സും ഇതൊക്കെ ഒരു ഓഫർ പ്രൈസിൽ. അപ്പൊ ഒരു ക്രിസ്റ്റീമാടെ നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഡെലിവറി കൊടുക്കാല്ലേ? ഇതാണോ? അതൊന്ന് ക്യാമറ കാണിച്ചു കൊടുക്ക്. അപ്പൊ അഫിന്റെ റീല് കൊടുത്താണ്. അപ്പൊ അഫിന്റെ വീഡിയോ കണ്ടിട്ടേ ഈ കുറെ ആൾക്കാർ അഫിനെ കളിയാക്കിയതിലൂടെ മനസ്സിലാക്കട്ടെ അല്ലേ? അഫി വണ്ടി ഇട്ടിരിക്കണ് ക്രിസ്റ്റ ഡെലിവറി കൊടുക്കാനുള്ള വണ്ടി അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത വാഹനങ്ങൾ നിങ്ങളെ കാണിക്കാം. പിന്നെ അഫിയെ പിന്നെ ഏത് കാറ്റഗറി നമുക്ക് കാണിക്കാം? ഇപ്പൊ ഒരുപാട് നമുക്ക് ബഡ്ജറ്റ് കുറച്ച് മേഡിൽ ലെവലിൽ നിൽക്കുന്ന വണ്ടികൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. മാരുതി സിയാസ്, ഹോണ്ട സിറ്റി, ടൊയോട്ട അൾട്ടീസ് ഒക്കെ വന്നിട്ടുണ്ട്, സ്വിഫ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ലൈനിലുണ്ട്. ഇത്ര വാഹനങ്ങൾ വേണ്ടവരൊക്കെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇന്നോവകളുണ്ട്. 2015 ZG ഒക്കെ ആയിട്ട് 2-3 വണ്ടികൾ അതുപോലെ ലൈൻ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതേപോലെ ഫോർച്യൂണറുകളുണ്ട്. ഫോർച്യൂണർ 2011 ഉണ്ട്, 2015 2 വീൽ ഓട്ടോമാറ്റിക് ഒക്കെ റെഡിയിൽ സ്റ്റോക്കിലുണ്ട്. ഈ ഇന്നോവകളുടെ ബഡ്ജറ്റ് ഒക്കെ പറഞ്ഞു കൊടുത്താൽ എത്ര? നമുക്കൊരു 8,70,000 വണ്ടി ഉണ്ട്, 9,70,000 ഉണ്ട്, ഒരു 7,30,000 റുപ്യ. ഇനി 2-3 സ്റ്റോക്ക് വരാനുണ്ട്. ഫോർച്യൂണർ തുടക്കം മുതൽ നമുക്ക് ഒരു 9 ലക്ഷം റുപ്യ, 13.5 ലക്ഷം റുപ്യ ആ റേഞ്ചിലൊക്കെ വണ്ടികളുണ്ട്. 2011 4x4 വണ്ടിയൊക്കെ നമുക്ക് ഒരു 9 ലക്ഷം റുപ്യ ഒക്കെ കൊടുക്കും. ഒറിജിനൽ കേരള വണ്ടി ഉണ്ട്. പിന്നെ ഇവിടെ കിടക്കുന്നത് ഫുള്ള് നമ്മളെ കൊമ്പന്മാരാണ് അല്ലേ? മെർസിഡീസ് ബെൻസിന്റെ GLA ഉണ്ട്, GLC ഉണ്ട്, റേഞ്ച് റോവർ ഇവോക്ക് ഉണ്ട്, ഒരു കിഡിലെ മിനിമോൾ വന്നിക്കണു. മിനിമോൾ അല്ലേ? മിനി കൂപ്പർ വന്നിക്കണു. അതേപോലെ മെർസിഡീസ് ബെൻസിന്റെ കൊലകൊമ്പൻ GLS, ജർമ്മൻ എൽഫന്റ് അല്ലേ? അങ്ങനെ തന്നെ പറയണം. അതായത് ലോ കിലോമീറ്ററിലെ മോഡൽ കൂടിയ GLS ഒറിജിനൽ കേരള വണ്ടി ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ വേഗം വന്നാൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. അതേപോലെ ടാറ്റ സഫാരി ഉണ്ട്, മഹീന്ദ്രന്റെ XUV 700 ഉണ്ട്. അതേപോലെ ഇനി നമുക്ക് ലാൻഡ് റോവറിന്റെ ഫ്രീലാൻഡർ, വോൾവോ XC90, മെർസിഡീസിന്റെ തന്നെ E-ക്ലാസ്, C-ക്ലാസ്, അതേപോലെ പിന്നെ ടൊയോട്ട ക്യാമറി ഹൈബ്രിഡ്, ലെക്സസിൽ വരുന്ന വണ്ടി. അപ്പോൾ Audi A4, A6 അങ്ങനെ ഒട്ടനവധി വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്ക് കിടക്കുന്നുണ്ട്. അപ്പുറത്തെ ഷോറൂമിലുണ്ട്. അപ്പോൾ വണ്ടികളൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്തിയതാണ്. അതായത് ഓരോ വണ്ടിൻ്റെയും ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരും. ഇതൊരു വ്ളോഗായിട്ട് ചെറിയൊരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത്രത്തോളം വണ്ടിൻ്റെ വീഡിയോ നമ്മളെല്ലാ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തി ചെയ്യുമ്പോൾ മണിക്കൂറുകൾ ലെങ്ത് ആവും. പിന്നെ പുറത്തേക്ക് നിങ്ങൾ നോക്കി അഞ്ചാതി വെയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ പാടെ പരിചയപ്പെടുത്തിയ മറ്റൊരു സാഹചര്യത്തിലല്ല, ഒന്നാമത് നോമ്പാണ് അല്ലേ? അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതായത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാക്സിമം ഉൾപ്പെടുത്തിയത് ഓഫറിൽ 2 താറ്, പിന്നെ ചെറിയ 2 വാഹനങ്ങൾ, പിന്നെ ചെറിയ വിലൻ്റെ പ്രൈസിലുള്ള വാഹനങ്ങൾ പരിചയപ്പെടുത്തി. പിന്നെ നമ്മൾ മൊത്തം സ്റ്റോക്കുകൾ മൊത്തത്തിലൊക്കെ ഒന്ന് കാണിച്ചു. ഇതിൽ ഏതെങ്കിലും വണ്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഓരോ വണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്താത്തതിൽ വിഷമിക്കേണ്ട, വരും എപ്പിസോഡിൽ തീർച്ചയായിട്ടും പരിചയപ്പെടുത്തും അല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.